Hello guys, welcome back to my YouTube channel. You are watching my YouTube channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഹൂ നോസ് ബി ബെറ്റർ അങ്ങനെ സിമ്മിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തുടങ്ങാം. ഫസ്റ്റത്തെ ഈസി ലെവലാണ് കേട്ടോ. വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ പറയണ്ടേ ഇതാണ് ഫസ്റ്റത്തെ വീഡിയോ. നോക്കാൻ പാടില്ല, ഇതിനകത്ത് തന്നെ എല്ലാം എഴുതിയാൽ മതിയോ? ഓക്കെ. ബ്ലൂ വൈറ്റ് വൈറ്റ് എനിക്ക് 4 ഇഷ്ടമാണ്. ബ്ലാക്ക്, പിങ്ക്, വൈറ്റ്, യെല്ലോ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇവിടെ വൈറ്റ് എഴുതിയിട്ടുണ്ട്. വൈറ്റ് പിങ്ക് ആണ്. അതെ, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. ഓക്കെ, അത് തെറ്റിപ്പോയി. വൈറ്റ് അപ്പൊ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ആദ്യം പറയണ്ടേ? പോയിന്റ് ഉണ്ട്. ഞാൻ പോയിന്റ് നോക്കിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. ഫസ്റ്റ് 0. ഓക്കെ, നെക്സ്റ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നെയിം 3 2. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാൻ എഴുതിയത് അത് പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് നെയിം. നീ ഓപ്ഷൻ തരും 3 ഞാൻ പറഞ്ഞാലാ. വേണ്ട, എന്നാ വേഗം ഓപ്ഷൻസ് ഇല്ല. അല്ല, നിന്റെ 3 ഫ്രണ്ടിന്റെ പേര് പറ. വല്ലപ്പോഴും കേട്ട കാര്യങ്ങളല്ലേ. ഇല്ല, ഒരെണ്ണം എഴുതിയാ മതി. അല്ല, നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിന് 5-6 പേര് പറ. അത് പറഞ്ഞ കിട്ടും, ഞാൻ സമ്മതിക്കത്തില്ല. അത് കുഴപ്പമില്ല. അതിനെന്താണ് മെമ്മറി വർക്കാവല്ല. അത് പറ്റത്തില്ല. അതല്ല ഞാൻ പറഞ്ഞ, നിന്റെ ഫ്രണ്ട്സിന്റെ പേര് നിന്റെ സ്കൂളിൽ പഠിക്കുന്ന എനിക്കറിയാൻ പാടില്ലല്ലോ. ഞാൻ എപ്പോഴും പറയാൻ പറയാനുള്ള ഫ്രണ്ട്സ് പറയും. പേര് എനിക്ക് ഓർമ്മയില്ല. നീ ഒരു 3 പേര് പറഞ്ഞു, ഏതൊക്കെ പറഞ്ഞു എഴുതിക്കോളാം. അങ്ങനെ എല്ലാത്തിനും വേണം. ഇത് മാത്രം ഫ്രണ്ട്സിന്റെ നമുക്കിപ്പോ കളർ ഒക്കെ പിന്നെ അലൈന, ശിവപ്രിയ. ആ പേരെനിക്ക് രണ്ടേര് ചേച്ചി. അത് പേര് കിട്ടണ്ടേ? എന്തൊന്നും പറയണത്? ഓക്കെ, ഇവിടെ 1, ഇവിടെ 1. ഓക്കെ, നെക്സ്റ്റ് പറയൂ. നെക്സ്റ്റ് വന്ന് വാട്ട്സ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാ? പറയാൻ പാല. എനിക്കറിയാൻ പറ്റ ആർക്കാണ്. ഇല്ല, ഓപ്ഷൻ തരത്തില്ല പറഞ്ഞിട്ടാ. അതിന് മാത്രമേ തോന്നുന്നു. എന്നാലും ഒരു ഓപ്ഷൻ ഒക്കെ ആകായിരുന്നു. ഇല്ല, ഒരു ഓപ്ഷൻ ഇല്ല. ഇല്ല, എന്തെങ്കിലും എഴുതിക്ക് മനസ്സിലാവാൻ എഴുതിയാ മതി. ഞാൻ ആകെ കഴിക്കാവുന്നത് എന്തൊക്കെ സാധനമാണ് കൂട്ടില്. അതൊക്കെ വിചാരിച്ചാ പോരെ. ഞാൻ അതേ ഫ്രൂട്ടുകൾ അങ്ങനെ കഴിക്കാറില്ല. തിങ്ക് തിങ്ക്. ഇല്ല, ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇനി തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞേ. എടി, എപ്പോഴും ഓപ്ഷൻ നല്ലതാണ്. കാരണം എന്റെ കാര്യം നമുക്കറിയാലോ. എഴുതിക്കും വീട്ടിൽ വന്നാൽ ഫുൾ ടൈം പാട്ടല്ല. ഞാൻ തന്നെ എഴുതാൻ അതിൽ ഫുൾ കാര്യമൊന്നുമില്ല. ഇഷ്ടമുള്ള എഴുതിക്ക് രണ്ടായിരിക്കും. എന്താണോ അതായത് കംപ്ലീറ്റ് അറിയാം. ഓക്കെ, എന്താണ് ഇവിടെ? വാട്ടർമെലൺ, മാംഗോ. കറക്റ്റ് ആൻസർ വാട്ടർമെലൺ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും കഴിക്കാതെ എന്ത് സാധനമാണ് ചിന്തിച്ചോക്കെ. അപ്പൊ 2 എനിക്ക് 2 പോയിന്റ്. നെക്സ്റ്റ് ഫോർത്തല്ല, തേർഡ് വണ്ണല്ലേ. മൂന്നെണ്ണമായി. ആ സോറി. വാട്ട്സ് മൈ ഫേവറേറ്റ് ഹോബി? എനിക്ക്
നാലെണ്ണുണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മൈ ഫേവറേറ്റ് ഹോബി. എല്ലാവർക്കും അറിയാം. രണ്ടുപേരും കറക്റ്റ്. ഇവിടെ ഡ്രോയിങ് കൂടെ പെയിന്റിങ്. അപ്പൊ ഞങ്ങൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. പേര് ഓർമ്മ വേണ്ടേ? വാട്ട്സ് മൈ ഫേവറേറ്റ് സീസൺ? നിങ്ങൾക്ക് ഏത് സീസൺ ഏറ്റവും ഇഷ്ടം? വിന്റർ. ആൻസർ പറയാൻ പാടില്ല. കേരളത്തിലുള്ള ആൾക്കത് ഇഷ്ടം. അതിപ്പോ എന്റെ മാത്രമല്ല, ഞങ്ങൾക്കും അങ്ങനെ ഇഷ്ടം. ചൂടത്താരം കിടക്കും, മഴത്താരം കിടക്കാം. വിന്റർ എഴുതിയാ മതി. ഇവിടെ ഒരാളിരിക്കില്ല, അവര് കേൾക്കത്തില്ലേ? ഇവിടെ വിന്റർ, അവിടെ വിന്റർ. കറക്റ്റ് ആൻസർ. നല്ലോണം അറിയാൻ അതെ. ഞാൻ അങ്ങോട്ട് ചോദിക്കോട്ടെ ക്വസ്റ്റ്യൻ. എന്തിന് നമ്മളങ്ങനെ വേണമല്ലോ. എന്നിട്ട് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര അത്യാവശ്യം ഉണ്ടായിരുന്നു. വാട്ട്സ് മൈ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ? മലന്ന് ഞാൻ പറയത്തില്ല. മലയാളം ഞാൻ കണ്ടല്ല. കാണാതെ അത് പറയത്തില്ല. അന്ന് വേഗം പിടിയിട്ട് ഇതെന്ത് സാധനം? ഹലോ കിറ്റി എഴുതിയേക്കില്ല. ഹലോ കിറ്റീന്ന് അജപ്പൻ മൈ ഫേവറേറ്റ് പിസ്സ. അയ്യോ കാർട്ടൂൺ കാണാറില്ല. ഞാൻ കാർട്ടൂൺ കാണാറുണ്ട്. നീ കംപ്ലീറ്റ് മറ്റേ ഡിസ്നിയിലും കാർട്ടൂൺ കാണാറുണ്ട്. ഡിസ്നിയിലാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ഡിസ്നിയിലും നെറ്റ്ഫ്ലിക്സിലും ഉറപ്പാണ്. ഏത് കാർട്ടൂൺ ഏറ്റവും കൂടുതൽ? എന്റെ മൊബൈൽ എടുക്കാൻ പോലെ ഇല്ല, കളിന്റെ ഇടയിൽ എടുക്കാൻ പോലെ. ഞാൻ പാട്ട് പാടാം. അതുള്ള I want to be a snowman. Let it go, let it go. ആ കാർട്ടൂണിന്റെ പേരൊക്കെ എഴുതിയാ മതി. ഇല്ല, ഇത്ര ക്ലൂന്ന് പോണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ പ്രിൻസസിനെ കുറിച്ച്. പ്രിൻസസ് ആണ് അതിന് പോകുന്നത്. പ്രിൻസസ് അതിനുള്ള എനിക്ക് വേറെ കൂടെ ഉണ്ട്. അത് ക്ലൂ വരത്തില്ല. ഇത് ക്ലൂ ആണ്. അത് നമുക്കറിയത്തില്ല. ഓടൊന്നും എന്തുവാ ഇത്? നോ ഐഡിയ. എന്തെങ്കിലും എഴുത്. ടോമാറ്ററിക്ക് അതെങ്കിലും എഴുത്. ഇവിടെയും ടോമാറ്ററി. കറക്റ്റ് ആൻസർ ടോമാറ്ററി. എനിക്കിഷ്ടമല്ല ടോമാറ്ററി. പിന്നെ എൽസ അതല്ലേ പാട്ട്. പ്ലീസ് ടോമാൻ അതങ്ങനെ പാട്ട്. കിട്ടിയില്ല. ഇനി മിഡിൽ ലെവലാണ് കേട്ടോ. വാട്ട്സ് മൈ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ നെയിം? ഞാൻ ഫസ്റ്റ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? അനുമുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാത്. നിങ്ങൾക്കറിയാത്. ഇവിടെ ഒരടുത്തൊക്കെ ആയി, കുറച്ചടുത്തായി.
ഇതൊരു കുട്ടിയായിരുന്നു അല്ലേ? കുട്ടിയല്ല, അന്നമ്മ കുട്ടി. അന്നമ്മ അല്ല അന്നമ്മസ്. അത് തന്നെ അന്നമ്മ. ഫുള്ള് എഴുതണം, അത്ര മാത്രം എഴുതുന്നുണ്ട്. ഞാൻ 10 വരെ ഇടും, അതിൽ അയ്യോ അങ്ങനെ പറയരുത്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. കഴിഞ്ഞിരിക്കുന്നു. പകുതി മാർക്കാരല്ല. അന്നമ്മ വ്ലോഗ്സ്. വ്ലോഗ്സ് എല്ലാവരും കൊള്ളാല്ലേ? വ്ലോഗെല്ലാം ഇരിക്കില്ലല്ലോ. വ്ലോഗ്സ് മാത്രമല്ലേ, അത് ഒരു മാർക്ക് കൊടുക്കാം. അത് എഴുതിണ്ടായിരുന്നു ആദ്യം പറഞ്ഞു, പിന്നെ പണ്ടേ നോക്കി ക്വസ്റ്റ്യൻ മാത്രമുള്ളതെന്ന് വിചാരിച്ചു. Which is my favorite church? സെയിന്റ് ജോർജ് പള്ളിമുക്ക്. പറയാൻ പാടില്ല. അതവർക്ക് അറിയാവുന്നതാണ്. ഞാൻ പിന്നെ ഇനി പറയാണ്ടിരുന്നപ്പോ അവിടെ എഴുതി. ആൻസറിന് പറയാൻ പാടില്ല. ഞാൻ പറയാനില്ല, മിണ്ടാ ചൂട്ടി പറയല്ല. എഴുതിയാ മതി. വാട്ട്സ് മൈ കംഫർട്ട് ഡ്രിങ്ക്? എനിക്ക് കംഫർട്ടായി തോന്നുന്ന ഒരു ഡ്രിങ്ക് വിസ്കി. സോറി, എന്റെ അപ്പന്റെ അല്ല, സോറി. കംഫർട്ട് ഡ്രിങ്ക് എന്താണ്? ഞാൻ എപ്പോഴും കടയിൽ പോയാൽ മേടിക്കാറുണ്ട് പെപ്സി. ഞാനിത് പറയാം, ജ്യൂസാണത്. ജ്യൂസാണത്. അല്ല, അയ്യോ ഒന്നുമില്ല. സ്ട്രോബെറി. പറയാൻ പാടില്ല. Tick 3, tick 4, tick 5. Type over. പെപ്സി 5 ഷീറ്റ്. ഇവിടെ എന്താ? സ്ട്രോബെറി ജ്യൂസ്. രണ്ടുമല്ല, വാട്ടർമെലൺ ജ്യൂസ് എപ്പോഴും പോയിട്ട് മേടിക്കാറുള്ള. സ്ട്രോബെറി കളർന്ന് ആരും വാട്ടർമെലൺ കയറാണ്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞ പക്ഷേ പോടുന്നു. ഞാൻ ആര്യ പോയാളും എപ്പോഴും ആര്യ പോയാലും എപ്പോഴും മേടിക്കാം. What is my ambition? Ambition വെറുതെ ഇരിക്കുക, തിന്നുക. സോറി മെയ്യാൻ അങ്ങോട്ട് പണിയെടുക്കാം. എന്റെ അംബിഷൻ എന്താ? എന്നോട് ചോദിക്കണേ. എന്റെ അംബിഷൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ പ്രാവശ്യം. ഡോക്ടർ പറയാൻ പാടില്ല, എന്താ തോന്നണ അതേ എനിക്കോ. അതൊരു ആൻസർ ഇയാളും കൂടെ എഴുതി കഴിഞ്ഞാൽ ഞാൻ പറയാത്ത പോലെ ഒരുമിച്ച്. എന്താ എഴുതിക്കണേ? എന്താ എഴുതിക്കണേ? ഡോക്ടർ. കറക്റ്റ് ആൻസർ. പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. 11. ഞാൻ നോക്കിയില്ല, ഞാൻ പുറത്ത് ഹലോ കിറ്റി നോക്കിയതാ. Name the place that I wish to go. My dream place. ഞാൻ എന്താണ് കാശ്മീരല്ലേ? ഞാൻ അവരുടെ വീഡിയോ എപ്പോഴും കാണാറുണ്ട്. അവരെ കാണാൻ വേണ്ടിയാണ് എന്തായാലും പോണത്. അവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അവിടെ പോണം. ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ വിചാരിച്ചു വെച്ചേക്കാണ്, ഉറപ്പിച്ചു വെച്ചേക്കാണത്. ഇന്ത്യയുടെ ഉള്ളിലാണോ? ദുബായ്. ഇനി ഞാൻ പോകത്തില്ല. ജർമ്മനി, UK, പറയടി. എനിക്ക് പറഞ്ഞത് ഇത് നല്ല തൊട്ടെ
ഇല്ല. രണ്ടര തുറന്നിടുവോ? കാശ്മീരല്ല, ഇന്ത്യയുടെ ഉള്ളിലല്ല, ഇന്ത്യക്ക് പുറത്താ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഓർമ്മ ഞാൻ എപ്പോഴും അവരെ എപ്പോഴും വീഡിയോ TV കാണാറുണ്ട്. ഇന്നലെയും കൂടി ഇവിടെ വന്നിട്ട് കണ്ടേ ഉള്ളൂ. ഇന്നലെ ഞായറാഴ്ച രാവിലെ വന്നിട്ട് TV വന്നിട്ട് ഫസ്റ്റ് കണ്ട സംസാരമാണ്. ടൈം ഓവറാവുമ്പോൾ ടിക് 1, ടിക് 2, ടിക് 3, ടിക് 4, ടിക് 5. ടൈം ഓവർ. ഒന്നുമില്ല. ഇവിടെ ദുബായ് USA. എനിക്ക് കൊറിയ പോകാനാണ് ആഗ്രഹം. കൊറിയൻ കുഞ്ഞാണെന്ന് എനിക്കറിയാൻ ഞാനതല്ലേ ബ്ലാക്ക് പിങ്കിന്റെ കൊറിയൻ കുഞ്ഞാണ്. ബ്ലാക്ക് പിങ്കിന്റെ കോൺസെർട്ടിൽ പോകണം. സ്ട്രേ കിഡ്സിന്റെ ആഫ്രിക്ക ആയിപ്പോന്ന് വിചാരിച്ചു. പറഞ്ഞതല്ലോ, മനസ്സിലായല്ല. രണ്ടുപേരിക്കും പോട്ട. ഈ കൊറിയയുടെ കാര്യം ഇവിടെ പറഞ്ഞില്ല. അറിഞ്ഞിട്ടുണ്ട്. ഇന്നേ പറഞ്ഞില്ല. സിമാൻജിനോട് പറഞ്ഞിട്ടുണ്ട്. What am I most afraid of? എനിക്ക് ഏറ്റവും പേടിയുണ്ട് സാധനം. രണ്ടെണ്ണം ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. മനുഷ്യനായിരിക്കും. ആ സാധനത്തിന് പേടിച്ചൊരു കാര്യമില്ല. മുല്ലപ്പെരിയാട്ട പറയത്തില്ലല്ലേ എഴുതിക്കോ എന്താന്ന് വെച്ചാ. മുല്ലപ്പെരിയാട്ട ഇത് കേട്ടും ഞാൻ പറഞ്ഞ എഴുതാൻ പാടില്ല. ഞാൻ പറഞ്ഞ നീ എഴുതാൻ നീ വേറെ എഴുതിക്കോളാം. പറയാൻ പാടില്ല, അതല്ലേ പറയുന്നത്. ശരി പറയല്ല. ടിക് ടിക് 1, ടിക് ടിക് 2. ഞാനിത് പണ്ടേ ക്ലോസ്. കറക്റ്റ് ആൻസർ. ജോക്കറിനെ പിന്നെ മുല്ലപ്പെരിയാറിനെ കയറ്റും. തുടങ്ങി കഴിഞ്ഞാൽ അതിനുള്ളിൽ മുല്ലപ്പെരിയാർ മാത്രമേ ഉള്ളൂ. ജോക്കറിനെ മുല്ലപ്പെരിയാറിനെ കയറ്റും. ജോക്കറിനെ പേടിക്കണം, ചിരിക്കാനല്ലോ. എനിക്ക് പേടിയാ ഭയങ്കരമായിട്ട്. കഴിഞ്ഞ അല്ല കഴിയട്ടില്ല. എത്ര ഉണ്ട്? 21 ദിവസം. ഓ, ഇത് റീൽസ് ആൾക്കാർക്ക് മടുക്കോ? കുറച്ച് കട്ട് ചെയ്ത് പറഞ്ഞാൽ കേട്ടോ, ഇങ്ങനെ ഇട്ടക്കളക. അല്ല, എല്ലാത്തിലും 7 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഫുള്ള് 21 ഉണ്ടാവും. അപ്പൊ കൊറേ കഴിഞ്ഞില്ലേ. അപ്പൊ വാട്ട്സ് മൈ ഫേവറേറ്റ് ഫുഡ്? ചിക്കൻ. ചിക്കന് പാടില്ല, ഏതെങ്കിലും ഡിഷ് എഴുതണം. കറക്റ്റ് ആൻസർ. രണ്ടുപേരും കറക്റ്റാണ്. എനിക്കൊരു വേറെ സാധനം കൂടെ ഇഷ്ടമാണ്. പിസ്സേ പിന്നെ പെരിപ്പിരി. അത് രണ്ടുപേരും പെരിപ്പിരി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതെങ്ങനെ കഴിഞ്ഞു? 13ാമത്തത് പറയൂ. 14 9, 10, 11, 12. ആ ഒരെണ്ണം ഞാൻ ആൻസർ പറഞ്ഞില്ലല്ലേ. അപ്പൊ 11, 12, 13. In which year I born? ഹാർഡ് ക്വസ്റ്റ്യൻസിലാട്ടാ. ഇത് ഹാർഡ് ക്വസ്റ്റ്യൻസ് 1 ആണ്. ഫസ്റ്റ് 1 ആണ് ഹാർഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് 1 ആണ്. ഏത് ഇപ്പൊ എത്ര വയസ്സായി? 11 വയസ്സല്ലേ? ടിക് ടിക് 1, 2, ടിക് ടിക് 3. ഇത് 5 മാസം ഏതാണ്? ടിക് ടിക് 4. നവംബറാ? ഇത് അമ്മ പറഞ്ഞു കൊടുക്കല്ലേ. നവംബർ നമ്മൾ രണ്ടുപേരും ഓരോരോ മാസമല്ലേ? ആ നവംബർ 8. ഇവിടെ നവംബർ. നിനക്ക് 11 തികഞ്ഞ തികയാൻ പോണുള്ളൂ. 2014. അമ്മ പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞില്ലല്ലോ. അല്ല പറഞ്ഞില്ല. നീ അല്ല പറഞ്ഞ അല്ല എന്ന് പറഞ്ഞത്. ആണെന്ന് പറഞ്ഞില്ല. എനിക്ക് 2012 എഴുതാ, 13 എഴുതാ, 14 എഴുതാ, 15 എഴുതാ. ഞാനിപ്പോ എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. അത് തെറ്റാണ്. പറഞ്ഞു കൊടുക്കല്ലേട്ടാ. വായ മൂടിട്ട് താക്കോലിട്ട് വെച്ചിട്ട് 12 വയസ്സായല്ല. 2013. രണ്ടുപേരും കറക്റ്റ് ആൻസർ. ഞാൻ ചുമ്മാ എഴുതാ. നമ്മ വളരെ ശരിയാണെന്ന്.
എന്തൊരു കഷ്ടത്. Okay. അടുത്തത് Next one. What's my favorite photo frame in my house? എന്റെ ഫോട്ടോ അപ്പൊ അതില് കുറെ ഫോട്ടോ ഇട്ടിട്ടില്ലേ, അത് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ് എന്റെ വീട്ടിൽ? അങ്ങനത്തെ ഫോട്ടോ ഇല്ലല്ലോ അതിന്. ഞാനും പപ്പയും അമ്മയും കൂടെ ഇരിക്കണില്ല, ഞങ്ങൾ മൂന്നുപേര് മാത്രമായിട്ട് ഉള്ള, ഞങ്ങൾ ഫാമിലി ആയിട്ട് മാത്രമേ ഉള്ളൂ. അത് പറയത്തില്ല. അമ്മ രണ്ടുപേരും തെറ്റാണ്. ഞാൻ അപ്പന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കൊടുത്തില്ല ഒരു ഗിഫ്റ്റും അവർ രണ്ടുപേരുടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫാമിലി ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഫാമിലി ഫോട്ടോ എന്ന് വെച്ചാ എന്റെ അപ്പന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുത്താ. ഞങ്ങളാരും വിട്ടിട്ടുള്ളത്. പറയും അവര് രണ്ടേരും കൂടെ നിക്കണം മാത്രമായിട്ടുള്ള ഒരു ഫോട്ടോ കൊടുത്തില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇന്നലെ കൂടി വീട്ടിൽ വന്നേ ഉള്ളൂ. പറയാൻ പറ്റില്ല. ഇല്ല മാർക്കില്ല. ഞാൻ പറ്റില്ല. If I turn on the TV, what will be the first app I will pick up? ഞാൻ ടി വി ഫസ്റ്റ് തുറക്കുന്ന ആപ്പ് ഏതായിരിക്കും? അതല്ല, ആപ്പ് ഏതാണെന്ന് ചോദിച്ചത്. ഏത് വീഡിയോ ഒന്നല്ല, ആപ്പ് ഏതാണെന്ന് ചോദിച്ചത്. പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പറഞ്ഞു കൊടുത്തില്ല. പിന്നെ എഴുതിയത് പിന്നെ അതല്ലെന്ന് പറഞ്ഞത്. അതല്ല, സിബിആർടി ചെയ്തൊരു വീഡിയോ അങ്ങനെ ആപ്പ് കറക്റ്റ് ആയിട്ട് കേൾക്കേണ്ട അവരവരുടെ ഉത്തരവാദിത്തോട്. എനിക്കപ്പോ പറഞ്ഞേ, എനിക്ക് ഫോട്ടോ ഇട്ട് വെച്ചില്ലേ നീ? എഴുതിയാ ഞാൻ ടൈം നമ്മള് 81, 82, 83, 84, 85 ടൈം ഓവർ. യൂട്യൂബ് ഇല്ല, ഫുള്ള് ഇതേ മാർക്ക് കൊടുക്കില്ല. സന്തോഷം. കഴിഞ്ഞില്ലേ? 16, 17. What's my favorite place in my house? എന്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള റൂം ഏതാ? സാധനം പറഞ്ഞു അതാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എഴുതിയാ മതി. എന്തായാലും ആ സാധനമല്ല. രണ്ടാമത് പറഞ്ഞാണോ? അല്ല, അത് പറയത്തില്ല. അത് പറയത്തില്ല. ഏതങ്ങോട്ട് ഫാസ്റ്റ് ആവട്ടെ. എന്നെ നോക്കിക്കാത്ത എന്തെങ്കിലും എഴുതി. കറക്റ്റ് ആൻസർ ബെഡ്റൂം. ആ, എനിക്ക് ബെഡ്റൂം ഏറ്റവും ഇഷ്ടം. ഇവിടെ ആകെ 3 questions. What was the first video I released when I started my YouTube channel? ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഫസ്റ്റ് ഇട്ട വീഡിയോ
ഞാനൊരു ക്ലൂ വരാം. സിംബാൻഡിനായിട്ട് റിലേറ്റഡ് ആയതാണ്. ഇനി ക്ലൂ വരാൻ പറ്റില്ല. അതല്ല ഉദ്ദേശിച്ചത്. സിംബാൻഡിനായിട്ടുള്ള ഒരു ഇതാണ്, ഒരു ടോപ്പിക്ക് സിംബാൻഡിനുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ ഒന്നും പറയത്തില്ല, ഇഷ്ടമുള്ള നീ പറഞ്ഞത് ബാക്കി പറ. ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ചെയ്തിട്ട് ടെക്നിക് 3, ടെക്നിക് 4, ടെക്നിക് 5. ഡ്രസ് ടൈപ്പോ ഇവിടെ ഡ്രസ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടി. കറക്റ്റ് ആൻസർ. സിംബാൻഡിയുടെ ബർത്ത്ഡേ പാർട്ടിയോടെ എഴുതുക. അതെനിക്ക് പറഞ്ഞു തരുന്നത്, കാരണം അവക്കടെ ബർത്ത്ഡേ പാർട്ടിയാണ്. അതിന്റെ അകത്ത് എന്താ പറയാ, കാൻഡിഡേറ്റ് അവളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരേണ്ട സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ സിംബാൻഡിന്റെ റിലേറ്റഡ് ആയിട്ടാണത്. ഇല്ല. ഓക്കെ, ഇനി ദി ഡ്രസ്സസ് ദാറ്റ് ഐ മോസ്റ്റ്ലി വെയർ. ഞാൻ എപ്പോഴും വേറെ ഡ്രസ് ഇടാം. എപ്പോഴും ഉണ്ട്. ഫേവറേറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അത് ഫ്രോക്ക്. എന്താന്ന് ചോദിക്കും. കറക്റ്റ് ആൻസർ സിംബാൻഡിന്റെ ജീൻസ് ആൻഡ് ടോപ്പ്. അത് വല്ലപ്പോഴും ഇടാറുള്ളൂ. കാലമായി നീ ഏറ്റവും കൂടുതലുള്ള ഫ്രോക്കാ. ഏറ്റവും കൂടുതലുള്ള ഫ്രോക്കാ. ഞാനൊക്കെ ജീൻസ് വാങ്ങിച്ചിട്ട് അതിന്റെ ഇട്ടിട്ടുള്ള കാലം ഇപ്പൊ. കഴിഞ്ഞ ആഴ്ച കൂടി ഇട്ടോളൂ. കഴിഞ്ഞ ആഴ്ച ഇപ്പിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ വന്നിട്ട് ഏതാണ്ട് ഒരു കഴിഞ്ഞ ലാസ്റ്റ് 6 പ്രാവശ്യമായിട്ട് ജീൻസും സാധനം യൂസ് ചെയ്തിട്ടില്ല. അത് അതിന്റെ അത് എടുക്കാൻ പറ്റില്ല. ജീൻസ് ആൻഡ് ടോപ്പ്. എന്നിട്ട് 2 ആൻസർ തന്നോ, ഫ്രോക്കും ജീൻസ് ആൻഡ് ടോപ്പും രണ്ടും അതിന്റെ നീ യൂസ് ചെയ്യണം. ഞാൻ ജീൻസ് എഴുതാണ്ടിരുന്ന ആളായിരുന്നു. അടുത്ത ആളുടെ സാധനം ഇടാറില്ല. ഈ ക്വസ്റ്റ്യൻ ഞാൻ ബഹിഷ്കരിക്കുന്നു. Okay, my favorite pet. ഇത് ഈസി ആയിരിക്കും കേട്ടോ. രണ്ടുപേർക്ക് ഈസി പീസി. രണ്ടുപേരെ കറക്റ്റ് ആൻസർ. ഈസിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 21 ആയി. അല്ല കഴിഞ്ഞ് വീഡിയോയിലല്ലോ ഇല്ല, ഒരെണ്ണം വിട്ടുപോയില്ലേ? അത് ഞാൻ കേട്ടി അതിനിടക്ക് വേറെ വിട്ടിട്ടില്ല. അയ്യോ, ഒരെണ്ണം വിട്ടോ, സോറി. എന്റെ വീട്ടിലിരിക്കണ എനിക്ക് കിട്ടിയ ട്രോഫീസ് ഇല്ലേ, എന്റെ കപ്പുകള്, അത് എന്തിനു കിട്ടിയതാ? ഒരെണ്ണം പറഞ്ഞാൽ മതി. ഫസ്റ്റ് പ്രൈസ് എന്തിനു കിട്ടിയേക്കണം? ഡ്രോയിങ്. കറക്റ്റ് ആൻസർ. എനിക്ക് ഫസ്റ്റ് പ്രൈസ് പെയിന്റിംഗ് വാട്ടർ കളറിനാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ അങ്ങനെ സമാപിച്ചല്ല. എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കിയേ. എനിക്ക് മുട്ടട ബഹളം കൂടുതലല്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങൾ രണ്ടുപേരും സെയിം ആൻസർ ആണല്ലേ? അപ്പൊ രണ്ടെണ്ണം ഏതാണ് നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടിയത്? ഇത് രണ്ടെണ്ണോ? ജീൻസും ടോപ്പിനും പിന്നെ ജീൻസും ടോപ്പും അത് നമ്മൾ ബഹിഷ്കരിച്ച അല്ലട്ടോ. അല്ലട്ടോ, എനിക്കതിട്ടാണ് എന്റെ അമ്മ ഏറ്റവും കൂടുതൽ എടുത്ത് തരുന്നത് ഫ്രോക്സ് ആണ്. അത് ശരിയാണ്. അമ്മ ഏറ്റവും കൂടെ ഫ്രോക്സ് ആണ് എടുത്തത്. പക്ഷെ ഞാൻ എപ്പോഴും വേറെയുള്ള ജീൻസ് ടോപ്പാ. 1 2 3 4 5 6 7 8 9 11 12 13 14 15. ഇത് സിംബാൻഡിനുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. അപ്പൊ പിന്നെ മരിക്കുന്നത് സിബി. എന്തുവാ
ഇന്നലെ നീ അവളോട് പറഞ്ഞു മനസ്സിലായില്ലേ? എന്നോട് രാവിലെ 7 മണിക്ക് വിളിച്ചു പറഞ്ഞത് എന്നെ മാറി എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ചോദിക്കുമെന്ന്. ആ ടൈം കൊണ്ട് പറഞ്ഞാലേ ഇന്നലെ അവളോട് പറഞ്ഞില്ലേ? ഇന്നലെ എന്നോട് പറഞ്ഞതെങ്കിൽ രാത്രി ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ 20 മണി 21 ഞാൻ പറഞ്ഞു 7 മണി ഇത്ര ഞാൻ കോളിംഗ് ആയിരുന്നു. എനിക്കൊരു നിസ്സാരതയില്ല. ബട്ട് അവളോട് നീ ഇന്നലെ പറഞ്ഞു അതിന് പകരം 4 മാർക്കിന് കൂടുതൽ തന്നെ അത് പറഞ്ഞില്ലേ? അപ്പൊ ഇന്നലെ തൊട്ട് പറയാൻ പാടില്ലേ? എന്നോട് നാളെ സംഭവം ഉണ്ട്, ഇതാണ് ഇതിന്റെ ഇൻക്ലൂഡ്. അപ്പൊ ഞാൻ ഇവിടെ രാത്രി ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യില്ലേ? ഞാനപ്പോ ഒന്നുമില്ലാണ്ടിരുന്ന് അത്ര മാർക്ക് വാങ്ങിച്ചു. 24 മണിക്കൂർ ഇട്ട് അവിടെ കിട്ടിയത് ആകെ 3 മാർക്ക് കൂടുതലാണ്. പിന്നെ അറിയാം ഇത് അസൂയാണ്. ഭാര്യക്ക് ഫസ്റ്റ് കിട്ടിയതിന്റെ അസൂയയോട് തന്നോണ്ടിരിക്കുകയാണ്. ഇത് തന്നോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തറിയാം? അറിയാം 24 മണിക്കൂർ കൊണ്ട് ഇത്രയും കിട്ടിയുള്ളൂ. ഞാൻ വെറും 1 മണിക്കൂർ കൊണ്ട് ഇത്ര സംഭവിച്ചില്ലേ? അവസാനം സമ്മാനം നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.